വളരെ പുരാതന കാലം മുതൽക്കു തന്നെ കാറ്റിന്റെ ശക്തി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ മനുഷ്യചരിത്രത്തിൽ തുടക്കം കുറിച്ചിരുന്നു. കപ്പലുകൾ ഓടിക്കുവാൻ ആശ്രയിച്ചിരുന്ന കാറ്റിന്റെ ഊർജ്ജത്തെ പിന്നീട് മറ്റ് യാന്ത്രിക പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ചു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ധാന്യം പൊടിക്കുവാനും വെള്ളം പമ്പ് ചെയ്യുവാനും കാറ്റാടിയന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നുവത്രേ. പാരമ്പര്യ ഊർജ്ജ ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് മതിയാവില്ല എന്ന ബോധ്യം ഏറി വന്നപ്പോഴാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ആധുനിക ശ്രമങ്ങൾക്ക് ആക്കം വർദ്ധിച്ചത്. ഇന്ന് ഈ രംഗം ലോകമെങ്ങും അതിവേഗം മുന്നേറുകയാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ കാറ്റാടിമിൽ നിർമ്മിച്ചത് പ്രൊഫസർ ജെയിംസ് ബ്ലിത്ത് ആയിരുന്നു. 1887 സ്കോട്ട്ലൻഡിൽ തുണികൊണ്ടുള്ള വലിയ കാറ്റാടികൾ ഘടിപ്പിച്ച 10 മീറ്റർ ഉയരമുണ്ടായിരുന്ന ഒരു കാറ്റാടി യന്ത്രത്തിൽ നിന്നും പ്രവഹിച്ച വൈദ്യുതി ഉപയോഗിച്ച് മേരി ക്രിക്കിലെ അദ്ദേഹത്തിന്റെ വേനൽക്കാല വസതിയിലെ വിളക്കുകൾ കത്തിച്ചു. അങ്ങനെ ലോകത്തിലാദ്യമായി കാറ്റിന്റെ ശക്തി കൊണ്ട് വൈദ്യുതി സപ്ലൈ നൽകിയ ഭവനം എന്ന ബഹുമതി അതിനു ലഭിച്ചു. പ്രൊഫസർ ബ്ലിത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു അനുഭവവും ഉണ്ടായിട്ടുണ്ട്. മിച്ചമുള്ള വൈദ്യുതി മേരി ക്രിക്കിലെ പ്രധാന തെരുവുവിളക്കുകൾ തെളിയിക്കാനായി നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നാൽ അവിടുത്തെ ജനങ്ങൾ അത് നിരസിച്ചു. കാരണം എന്താണെന്നോ? വൈദ്യുതി ചെകുത്താന്റെ വേലയാണെന്നായിരുന്നു അത്രേ അവർ വിശ്വസിച്ചിരുന്നത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടത്ര ഗതിവേഗം പിന്നീട് ലഭിക്കാതിരുന്നതിന് പ്രധാന കാരണം സാമ്പത്തികമായി അത് ലാഭകരമായിരുന്നില്ല എന്നതാണ്. ചെലവ് കുറഞ്ഞ മറ്റു മാർഗങ്ങൾ ആവിർഭവിച്ചത് ഈ മേഖലയെ തെല്ലൊന്ന് പുറകോട്ട് നിർത്തി. എന്നാൽ 20-ാം നൂറ്റാണ്ടോടെ പ്രധാന വൈദ്യുത ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും വിദൂരമായ സ്ഥലങ്ങളിൽ വൈദ്യുതിയുടെ ആവശ്യത്തിന് കാറ്റിനെ ആശ്രയിക്കുന്ന പ്രവണതയ്ക്ക് ഉണർവ് വന്നു തുടങ്ങി. ഫാമുകൾക്കും വീടുകൾക്കും യോജിച്ച വിൻഡ് സ്റ്റേഷനുകൾ പല രാജ്യങ്ങളിലും നിലവിൽ വന്നു. ഇന്ന് ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന മികച്ച ഒരു ഊർജ്ജ ഉറവിടമായി കാറ്റിൽ നിന്നുള്ള വൈദ്യുതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് 2014 ഡെൻമാർക്കിൽ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 40% വരെ കാറ്റിൽ നിന്നായിരുന്നു. ലോകമെമ്പാടും 80-ലധികം രാജ്യങ്ങൾ കാറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രധാന വൈദ്യുത വിതരണ ശൃംഖലയിൽ ഉൾപ്പെടുത്തി വിതരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 4% എത്തി വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ് ഈ മേഖല. 6000 മെഗാവോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയിലെ ഗ്യാൻസു കാറ്റാടിപ്പാടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാടി വൈദ്യുത നിലയം. അമേരിക്കയിലെ അൾട്ട കാറ്റാടി നിലയം 1320 മെഗാവോട്ട് ശേഷിയുള്ളതാണ്. ഈ രംഗത്ത് ഭാരതത്തിന്റെ പുരോഗതിയും എടുത്തു പറയേണ്ടതാണ്. 1064 മെഗാവോട്ട് ശേഷിയുള്ള ജയ്സാൽമീർ വിൻഡ് പാർക്ക് ആഗോളതലത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വൈദ്യുത നിലയമാണ്. നമ്മുടെ രാജ്യത്ത് കാറ്റാടി വൈദ്യുതിയുടെ പുരോഗതിക്കായി വ്യാപകമായ ശ്രമങ്ങൾ നടന്നുവരികയാണ്. കേരളത്തിൽ കഞ്ചിക്കോട്ട് KCBയുടെ 2 മെഗാവോട്ട് സ്ഥാപിത ശേഷിയുള്ള കാറ്റാടിപ്പാടമുണ്ട്. പാലക്കാട് ജില്ലയിലെ അഗളിയിലും ഇടുക്കിയിലെ രാമക്കൽമേട്ടിലും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു കാറ്റാടിപ്പാടത്തിൽ അനേകം ടർബൈനുകൾ സ്ഥാപിച്ചിരിക്കും. ഇവയെ ഒരു വൈദ്യുതി വിതരണ ശൃംഖലയുമായി ബന്ധിപ്പിച്ചാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വിശാലമായ കാറ്റാടിപ്പാടത്ത് 100 കണക്കിന് കാറ്റാടികൾ ഉണ്ടായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമായ ഗ്യാൻസുവിൽ 1000 കണക്കിനാണ് കാറ്റാടികൾ. കാറ്റാടി യന്ത്രങ്ങളിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഒരേ ഡിസൈനുകളിലുള്ള ടർബൈനുകളാണ്. വളരെ ഉയർന്ന ഒരു ടവറിന്റെ മുകളിൽ കാറ്റിൽ കറങ്ങുന്ന 3 ബ്ലേഡുകൾ റോട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കും. ഓരോ ടർബൈനും ഏകദേശം 34.5 kV സ്വീകരണ സംവിധാനവുമായി ബന്ധിപ്പിച്ച് വൈദ്യുതി നൽകുന്നു. ചെറിയ വോൾട്ടേജിലുള്ള ഈ വൈദ്യുത കറണ്ടിനെ കാറ്റാടിപ്പാടത്തെ ഒരു സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഉയർത്തി ഉന്നത വോൾട്ടേജിലാക്കി വിതരണം ചെയ്യുന്നു. 1980കളിലും 90കളിലും ഇൻഡക്ഷൻ ജനറേറ്ററുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് മിക്ക കാറ്റാടി ടർബൈനുകളിലും ആധുനികമായ വേരിയബിൾ സ്പീഡ് ജനറേറ്ററുകളാണ് ഉള്ളത്. വർഷത്തിൽ ഏറിയ സമയത്തും ശക്തമായ കാറ്റ് വീശുന്ന എവിടെയും കാറ്റാടി വൈദ്യുതിക്ക് സാധ്യതയുണ്ട്. ഇന്ന് വിവിധ വലിപ്പത്തിലും ശേഷിയിലുമുള്ള കാറ്റാടി ജനറേറ്ററുകൾ വികസിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബാറ്ററി ചാർജ് ചെയ്ത് ഒറ്റപ്പെട്ട വീടുകൾക്ക് ഉപയോഗിക്കാവുന്ന തീരെ ചെറിയ സംവിധാനം മുതൽ ദേശീയ വൈദ്യുത ശൃംഖലയിലേക്ക് വൈദ്യുതി നൽകുന്ന അതിബൃഹത്തായ ജനറേറ്റിംഗ് സ്റ്റേഷനുകൾ വരെ ഈ രംഗത്തുണ്ട്. കരയിൽ മാത്രമല്ല കടലിലും കാറ്റാടിപ്പാടങ്ങൾ നിരവധി പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്ക് പല മേന്മകളുമുണ്ട്. കൂടുതൽ ശക്തിയേറിയതും തുടർച്ചയുള്ളതുമായ കാറ്റിന്റെ ലഭ്യതയാണ് പ്രധാന മെച്ചം. കരയിൽ വിശാലമായ സ്ഥലം കാറ്റാടികൾ സ്ഥാപിക്കാനായി ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്ന പ്രയോജനവുമുണ്ട്. കടലിനടിയിലൂടെ ഇടുന്ന വലിയ കേബിളുകൾ വഴി വൈദ്യുതി തീരത്തെത്തിച്ച് വിതരണം നടത്തുന്നു. എന്നാൽ ഇവയുടെ നിർമ്മാണത്തിനും നിലനിർത്താനുള്ള ചെലവും വളരെ കൂടുതലാണ് എന്ന പരിമിതിയും കടലിലെ കാറ്റാടിപ്പാടങ്ങൾക്കുണ്ട്.
എന്നിരുന്നാലും കടലിലെ കാറ്റാടിപ്പാടങ്ങളിലൂടെ 2020 ആകുമ്പോഴേക്കും 75 ജിഗാവാട്ട് വൈദ്യുതി ലോകവ്യാപകമായി ഉൽപ്പാദിപ്പിക്കാനാകും എന്നതാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനവും അമേരിക്കയും ചൈനയുമായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് ആകർഷണീയമായ നിരവധി അനുകൂല ഘടകങ്ങളുണ്ട്. സൗരോർജ്ജം പോലെ ചിലവില്ലാത്ത ഉറവിടം എന്നതാണ് ഏറ്റവും വലിയ മേന്മ. ലോകത്തെവിടെയും ലഭ്യമായതും തികച്ചും ശുദ്ധവുമാണ് ഈ ഉറവിടം. ഉൽപാദന പ്രക്രിയയിൽ ഹരിതഗൃഹവാതകങ്ങൾ ഒന്നും പുറപ്പെടുവിക്കാത്ത തികച്ചും പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ ഉൽപാദന ഉപാധിയാണ് കാറ്റ്. പ്രവർത്തന സമയത്ത് കാറ്റാടി ടവറുകളുടെ ചെറിയ ഒരു ചുറ്റുവട്ടത്ത് ഒരു ശബ്ദമുണ്ടാകും എന്നതൊഴിച്ചാൽ യാതൊരു ശല്യവുമില്ലാതെ വർഷത്തിലുടനീളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കാറ്റാടി ജനറേറ്ററുകൾക്ക് സാധിക്കും. അധിക സ്ഥലം ഉപയോഗിക്കാതെ കെട്ടിടങ്ങളുടെ മുകളിലും മറ്റും സ്ഥാപിക്കുന്ന ചെറിയ കാറ്റാടി യന്ത്രങ്ങൾ ഭാവിയിൽ വ്യാപകമാകും.